ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ഇന്ന് നമുക്ക് ഒരു ചെടീനെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചാലോ? ഓക്കെ, നിങ്ങൾ 5 chaste leaves എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളും ഒരുപാട് ചെടികളും ഈ ചില ചടങ്ങുകൾക്ക് ചില റിച്വൽസിന് ഉപയോഗിക്കുന്ന ചില ചെടികളുണ്ട്, ചില മരുന്നുകളുണ്ട്. ഓക്കെ, 5 chaste leaves എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള ചെടികൾ ഹിന്ദു സീക്രട്ട് റിച്വൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് 5 ചെടികളാണ്. ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ചെടികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 വളരെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 എന്നാണ്. അപ്പോൾ 5 chaste leaves എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അതെന്തൊക്കെയാണ്? വിൽവ, അശ്വത്ഥ, ദൂർവ, കുശ, തുളസി. ഈ ദൂർവ, കുശ എന്ന് പറഞ്ഞാൽ പുൽച്ചെടികളിൽ 2 തരത്തിലുള്ള ചെടികളാണ്. പുല്ല്, ഗ്രാസ്. ഓക്കെ, വിൽവയും തുളസിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതേമാതിരി തന്നെ അശ്വത്ഥ. ഓക്കെ, ഈ 5 ചെടികളാണ് 5 chaste leaves, അതായത് ഹിന്ദു സീക്രട്ട് റിച്വൽസിൽ ഉപയോഗിക്കുന്ന 5 ചെടികൾ. ഒരെണ്ണം കൂടി ഉണ്ട്, അക്കോർഡിംഗ് ടു ആൻഷ്യൻ റോമൻസ്. ഒരെണ്ണം കൂടി ഉണ്ട്, നിർഗുണ്ടി. നിർഗുണ്ടിയുടെ ചിത്രം ഞാനിവിടെ ഇടുന്നുണ്ട്, സൗകര്യം പോലെ കാണാം. നമുക്ക് ചെടികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം, ബിക്കോസ് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒക്കെ ഈ ചെടികളുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ. ആക്ച്വലി ആൻഷ്യൻ റോമൻസ് എന്ന് പറയാൻ കാരണം, റോമൻ സിവിലൈസേഷൻ്റെ സമയത്ത്, ഹിസ്റ്ററി പഠിക്കുന്നവർക്കൊക്കെ അറിയുണ്ടാവും, റോമൻ സിവിലൈസേഷൻ്റെ സമയത്ത് ഈ ചെടികൾ, ഇതിൻ്റെ ഇല അവർ ആ സമയത്ത് ഈ ബെഡിലൊക്കെ ഇങ്ങനെ വിസ്തരിച്ചിടും. ബിക്കോസ് ഈ ചെടികൾക്ക് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, ഇങ്ങനെ കുറേ ഒരു സെക്ഷുവൽ ഏർജസിനുള്ള ഒരു ഇതുണ്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് ഇത് ബെഡിൽ, അതിൻ്റെ ഇലകളൊക്കെ ബെഡിൽ വിരിച്ചിടും എന്നതാണ് കേട്ടിരിക്കുന്നത്, അക്കോർഡിംഗ് ടു റിസർച്ച്. ഓക്കെ, നിർഗുണ്ടി വൈറ്റക്സ് നെഗുന്തോ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇത് നല്ല ഒരു അരോമാറ്റിക് ഷ്രബാണ്. അരോമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? നല്ല മണമുള്ള ഒരു ചെടിയാണ്. ആയുർവേദത്തിൽ നിർഗുണ്ടിയാദി തൈലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് നസ്യത്തിനൊക്കെ വളരെ നല്ലൊരു മരുന്നാണ്. മൈഗ്രെയിൻ, ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, തുമ്മൽ, കഫക്കെട്ടൊക്കെ മാറാനായിട്ട് ഇതിൻ്റെ എണ്ണ, അതിൻ്റെ ചെടി വെച്ചിട്ട് ഉണ്ടാക്കിയ എണ്ണ മൂക്കിലേക്ക് ഒരു 4 തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് എല്ലാ കഫങ്ങളും പോയി കിട്ടും. അപ്പോൾ നസ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതേമാതിരി തന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം നസ്യത്തിന്, പക്ഷെ നിർഗുണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ചെടിയാണ് നിർഗുണ്ടി. നിർഗുണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു വാം ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. നല്ല തണുപ്പുള്ള പ്ലേസിൽ നിർഗുണ്ടി കാണാനൊന്നും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും എത്ര മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണെന്നുള്ളത്. അതേപോലെ നിർഗുണ്ടിക്ക് സർവ്വരോഗഹാരിണി എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സർവ്വരോഗ നിഹാരിണി എന്ന് വെച്ചാൽ എല്ലാ രോഗത്തിനെയും മാറ്റാൻ കഴിവുള്ള ഒരു ചെടിയാണ് നിർഗുണ്ടി. അപ്പോൾ അതിൻ്റെ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? സ്കിൻ ഡിസീസിന് വളരെ നല്ലതാണ്. അതേപോലെ പൈൽസിൻ്റെ പ്രശ്നത്തിന് ഇതിൻ്റെ വേര് വളരെ ഉപകാരപ്പെട്ടതാണ്. ഡയബറ്റിസ് അല്ലെങ്കിൽ ഇൻസുലിൻ ലെവൽ കൂട്ടാനുള്ള കഴിവ് നിർഗുണ്ടിക്കുണ്ട്. നീര് പോകാൻ, അതേമാതിരി ഇതിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ റൊമാറ്റിക് പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ അപ്പോഴും ഇത് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ അതിൻ്റെ നീര് കുറയാനും വേദന കുറയാനും വളരെ നല്ലതാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? മുടി കൊഴിച്ചിലിന് വളരെ നല്ലതാണ്. മുടി വളരാനായിട്ടും ബെസ്റ്റാണ്. ഇതിൻ്റെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിർഗുണ്ടിയുടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നിർഗുണ്ടിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ ഫ്ലോ നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നവർക്കും അത് അധികം കാലം യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് നിങ്ങളുടെ മെൻസ്ട്രൽ ഫ്ലോവിനെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫ്ലോ നടക്കുമ്പോൾ അത് കുറച്ച് കാലം, ഒരാഴ്ച അല്ലെങ്കിൽ ആ ഒരു കുറച്ച് നേരം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വളരെയധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതാണ് ഞാനോട് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. വളരെയധികം ദിവസം കഴിക്കുന്നത് നല്ലതല്ല. ആ മെൻസ്ട്രൽ ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യും, അതേമാതിരി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഛർദി, ചുമ, പിന്നെ ഹാർട്ടിന്റെ സർക്കുലേഷന് വരെ എഫക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ അതേസമയം ഇതിന്റെ ഗുണങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതേസമയം ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പുറത്ത്. അത് ഏത് ചെടിയാണെങ്കിലും നമ്മൾ, അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് 15 days കഴിഞ്ഞാൽ വരൂ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വരൂ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സംഭവം അതിന്റെ പിന്നിലുണ്ട്.
കുറേ സൈഡ് എഫക്ട്സുകളുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ അടിയിൽ ഇടുന്നുണ്ട്. സമയം പോലെ എടുത്ത് പതുക്കെ വായിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണ്? നിർഗുണ്ടിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട്, നിർഗുണ്ടീനെ എന്തുകൊണ്ടാണ് സർവ്വരോഗ ഹാരിണി എന്നുള്ളൊരു പേര് വെച്ചതും, അതേമാതിരി തന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ പല ആൾക്കാർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അത് പറയണം. സോ മെയിൻ ആയിട്ട് ഈ ചെടീനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന്റെ ഗുണങ്ങളും കുറിച്ച് പറയാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. ഓക്കെ, സോ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.